ആറാകട്ടെ. ഞങ്ങളുടെ അരികത്തും അകലെയുമായി വിവിധ ഭവനങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ അല്ല, എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന, പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയില്ല എന്ന് അരുളി ചെയ്ത ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ട്. താനൊരു മഹാനാണ്, താനൊരു നല്ലവനാണ്. ഇത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അരികത്തും അകലെയും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്നോടൊപ്പം നിങ്ങളത് സമ്മതിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ നല്ലവനാണ്, അവൻ മഹാനാണ്. എന്നാൽ ആ വലിയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഞാൻ പറയുവാൻ പോകുന്നതായിരിക്കുന്ന ചില കാര്യങ്ങൾ തന്റെ നാവിൽ നിന്നും ഉരുടെടുത്തതായിരിക്കുന്ന ചില വാക്കുകളാണ്. അതിപ്രകാരമാണ്: അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. ഇത് ആ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന വാക്കാണ്. ആരാണ് കടന്നു വരേണ്ടത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. ഏത് ഭാരമാണ്? ഒരു സിമന്റ് ബാഗ് ചുമക്കുന്ന ഭാരമല്ല, പാപഭാരം ചുമക്കുന്നതായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും വിളിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉലകത്തിൽ ജനിച്ച് മാനവജാതിക്ക് വേണ്ടി രക്തം ചിന്തിതായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ലോകജനത്തെ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ. ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ഈ പാപഭാരം പേറിക്കൊണ്ടാണോ ഈ സ്ഥാനത്ത് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടാണ് ഈ വചനം, നിങ്ങളോടാണ് കർത്താവായ യേശുക്രിസ്തു, നിങ്ങളെയാണ് കർത്താവായ യേശുക്രിസ്തു വിളിക്കുന്നത്. നിങ്ങൾ എന്റെ അടുത്ത് വരുവീൻ. ആരുടെ അടുത്ത്? ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കാം, കർത്താവ് യേശുക്രിസ്തു മാത്രമാണോ, വേറെ പല ഇടങ്ങളിൽ പോയി കഴിയാൻ ഒക്കത്തില്ലേ എന്ന് ചോദിക്കാം. എന്നാൽ നിങ്ങൾ ആരെ മഹാനെന്ന് പറയുന്നു? നിങ്ങൾ ആരെ നല്ലവരെന്ന് പറയുന്നു? ആ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്റെ അടുത്ത് വന്നേ മതിയാകുള്ളൂ. നിങ്ങളുടെ പാപഭാരം പേറി നിങ്ങൾ ജീവിക്കുന്ന ആ ജീവിതത്തിന് ഒരു അവസാന കുത്തയിടണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിങ്ങൾ വന്നേ മതിയാകുള്ളൂ. ഞാൻ മാത്രമാണ് നിങ്ങളുടെ പാപത്തെ നിങ്ങളുടെ തോളിൽ നിന്നും അകറ്റുവാൻ തക്കോളം, ഒരു പരിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ കൊള്ളും. ഞാൻ മാത്രമല്ലാതെ ഈ ഉലകത്തിൽ ആരും ജനിച്ചിട്ടില്ല. അതെ, പാപഭാരം പേരിക്കൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഞങ്ങൾ ദയവായി നിങ്ങളെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവൻ ഇന്ന് നിങ്ങളെ വിളിക്കുന്നു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവേ. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, പാപഭാരമില്ലാത്തവരാണോ നിങ്ങൾ ആരെങ്കിലും? നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഞാൻ പാപമില്ലാത്തവനാണെന്ന്? ഒരിക്കലും കഴിയുകയില്ല. പോലീസും കോർട്ടും ജയിലും എന്തിനാണ്? നമ്മൾ പാപം ചെയ്തതുകൊണ്ടല്ലേ. ബസ് കയറി കഴിഞ്ഞാൽ കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുന്നത് എന്തിനാണ്? നമ്മുടെ മേൽ ആ കണ്ടക്ടർ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ പാപികളല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പാപികൾ തന്നെയാണ്. പാപിയായിരിക്കുന്ന വ്യക്തി സ്വർഗത്തിന് അവകാശിയാകുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാവിയുണ്ട്, ഒരു നിത്യതയുണ്ട്. ആ നിത്യത എവിടെ കഴിക്കും? അതിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഒന്നേ ഉള്ളൂ, എന്റെ അടുത്ത് വരണം, എന്റെ അടുത്ത് മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. എന്താണ് സൊല്യൂഷൻ? അതിന് മുൻപോട്ട് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കലൂരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസമില്ലാത്തവരായിട്ട് എന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിഗതമായിരിക്കുന്ന ജീവിതത്തിൽ ആശ്വാസത്തിന് വേണ്ടി പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അതേ, മദ്യത്തിനും മയക്കുമരുന്നിനും നിങ്ങൾ അടിമപ്പെട്ടു പോയിരിക്കാം. എന്തിനു വേണ്ടി? അല്പസമയത്തെ സമാധാനത്തിന് വേണ്ടി. ഒരു വ്യക്തിക്ക് രാത്രി ഉറക്കം വരാത്തതിനാൽ സ്ലീപ്പിംഗ് പിൽസ് നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കാം. എന്തിനു വേണ്ടി? അല്പസമാധാനത്തിന് വേണ്ടി. അതൊരു പോംവഴിയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഡോക്ടർ ഒരു ഗുളിക നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവപര്യന്തം നിങ്ങൾക്ക് ഉറക്കം വരുമെന്ന് പറയാൻ കഴിയുമോ? ആർക്കും പറയാൻ കഴിയില്ല. ആ ഡോക്ടർ എന്താണ് പറയുന്നത്? എല്ലാ ദിവസവും നിങ്ങൾ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണം. രാത്രി ഉറക്കം വരാത്തവരൊക്കെയും നിങ്ങൾ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് കിടക്കണം. അതുപോലെ തന്നെ അനേകരുന്നുണ്ടല്ലോ, കുടുംബത്തിൽ നിരാശയിൽ കൂടി കടന്നു പോകുന്ന അനേക സഹോദരിമാർ ഒരു പക്ഷെങ്കിൽ എന്റെ വാക്ക് കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഈ അസമാധാനത്തിന് കാരണം എന്താണ്?
നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തിന് കാരണം എന്താണ്? ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ് ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് മദ്യത്തിന് അടിമകളായിരിക്കാം. അവരെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്പസമയത്തെ സമാധാനത്തിന് വേണ്ടി, അല്പസമയത്തെ ആശ്വാസത്തിന് വേണ്ടി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ജീവിതത്തിൽ മദ്യശാലയിൽ പോയി മദ്യം കുടിച്ചതുകൊണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ, ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മനം മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ഒരിക്കലും ആർക്ക് പറയുവാൻ കഴിയില്ല. ഏത് മദ്യപാനിയും അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്ന കാരണമെന്ത്? അതിന് ശാശ്വത സമാധാനം അല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, വീണ്ടും ഞങ്ങൾ ആ വരിയെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഞാൻ തരുന്ന ആശ്വാസം ലോകം തരുന്നത് പോലെയല്ല. അത് ലോകം സമാധാനം തരാറുണ്ട്. ലോകം തരുന്ന സമാധാനം അസ്ഥിരമാണ്, സ്ഥിരമല്ല. ചില ദിവസങ്ങൾക്ക് വേണ്ടി, ചില മണിക്കൂറുകൾക്ക് വേണ്ടി ഒരുപക്ഷെ ലോകം നിങ്ങൾക്ക് സമാധാനം തന്നു എന്നിരിക്കാം. എന്നാൽ അത് ലോകം തരുന്ന സമാധാനം പോലെയല്ല. ജീവപര്യന്തം നിങ്ങൾക്ക് സമാധാനം തരുന്ന, മരണശേഷവും നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു കർത്തനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുവാൻ തക്കമാണ് നിങ്ങളുടെ വീട്ടുവാതിൽക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആരെങ്കിലും ഏതെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായിട്ട് പാറ വഴികളിൽ കൂടി, അർത്ഥാത് പാറമെങ്കിലുമായിരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടതായിരിക്കുന്ന സ്ഥാനം കൊടുക്കാതെ ദൈവഹിതം വിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. നിങ്ങളൊരു ദൈവവേദനായി തീരേണ്ടത് ആവശ്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലോ, ആരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു അവർ ദൈവത്തിന്റെ മക്കളായി തീരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആശ്വാസത്തെ പകർന്നു തന്നു. എങ്ങനെയാണെന്ന് അറിയാമോ? തന്റെ ജീവിതം കാൽവരി ക്രൂശിൽ സമർപ്പിച്ചുകൊണ്ട്, താൻ ഒരു യാഗമായി തീർന്നുകൊണ്ട്, രക്തധാരധാരായിട്ട് ഒഴുകുന്ന സമയത്തും കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ സകലവും സഹിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ഇപ്രകാരം ആ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം താൻ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? സ്വന്തം പിതാവോട് തങ്ങളുടെ മകനെ കൈവിട്ടു. കാരണം എന്ത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെ ഓർത്ത്, നിങ്ങളെ ഓരോരുത്തരെ ഓർത്ത് മരിച്ച ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ അടക്കിയെങ്കിൽ തന്നെയും ശവക്കല്ലറയ്ക്ക്, ആ ശവക്കല്ലറയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു വരുവാന്റെ ഗുണം വലിയവരായിരിക്കുന്ന ദൈവത്തിന് സഹായിച്ചു. അവന് സ്വർഗത്തിലുണ്ട്, അവൻ വീണ്ടും വരുന്നവനാണ്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ കഴിക്കും? ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യന്റെ ദൈവത്തിന് മധ്യസ്ഥൻ ഒരുവൻ മാത്രം. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പിതാവായിരിക്കുന്ന ദൈവത്തിനും പാപമംഗലമായി ജീവിക്കുന്ന മാനവജാതിക്കും മധ്യത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുമോ? വേറൊരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നയാ പൈസ പോലും നിങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമില്ല. കർമ്മമാർഗത്താൽ അല്ല, വിശ്വാസമാർഗത്താൽ. പാരലീസായി കിടക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നയാ പൈസ പോലും പോക്കറ്റിലില്ലാത്തതായിരുന്ന ഭിക്ഷക്കാരനും അതേ വിശ്വാസത്താൽ ജീവൻ ലഭിക്കുന്നു, രക്ഷ ലഭിക്കുന്നു. അതാണ് ക്രിസ്തു മാർഗം. അതാണ് ക്രിസ്തു പഠിപ്പിച്ചതായിരിക്കുന്ന മാർഗം. ആ സുവിശേഷമാണ്, ആ നല്ല വാർത്തയാണ് ഇന്ന് നിങ്ങളോട് അറിയിക്കുവാനായിട്ട് നിങ്ങളുടെ ഭവനത്തിന്റെ പ്രാങ്കണത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ സമയത്ത് ചോദിച്ചേക്കാം, എന്റെ കുടുംബത്തിന്റെ പാപത്തിന് ഒരു അറിവ് വരുത്തുവാൻ, എന്റെ പാപത്തിന്, എന്റെ വ്യക്തിപരമായിരിക്കുന്ന പാപത്തിന് ഒരു അറിവ് വരുത്തുവാൻ, എന്റെ ജീവിതത്തിൽ സമാധാനം വേണം, സമാധാനം വരുത്തുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക. അത് ഇപ്രകാരം ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇരുന്നെടുത്തുകൊണ്ട്, നിങ്ങൾ ഏത് മതസ്ഥരായിരുന്നാലും, ഏത് സംഘടനയിൽപ്പെട്ടവരായിരുന്നാലും, നിങ്ങളുടെ ഹൃദയ അന്തർഭാഗത്തു നിന്ന് ഒരു വാക്ക് ഇപ്രകാരം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആ പാപ സ്വഭാവത്തിൽ നിന്നും
പാപാന്ധകാരത്തിൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുവാൻ കഴിയും. അഭിപ്രായം, കർത്താവേ, ഞാനൊരു പാപിയാണ്, ഇത് നിങ്ങൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു പാപിയാണ്. കാരണം നിങ്ങൾ പാപിയാണ് പറയാൻ കാരണം നിങ്ങൾ പാപം ചെയ്യുന്നതുകൊണ്ടല്ല പാപിയായത്, നിങ്ങൾ പാപത്തിൽ ജനിച്ചതുകൊണ്ടാണ് നിങ്ങൾ പാപിയായത്. അത് നിങ്ങൾ സമ്മതിക്കുക, കർത്താവേ, ഞാനൊരു പാപിയാണ്. എന്നാൽ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവേ, അവിടുന്ന് കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും പാപത്തിന് വേണ്ടി നീ മരിച്ചു എന്നുള്ളത് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ അവിടുത്തെ മകനാക്കി തീർക്കണേ. കർത്താവേ, എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണേ. ഇപ്രകാരം പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും ഈ ശബ്ദം മൂൽ വരുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി തീരും. വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയവെല്ലാം കഴിഞ്ഞുപോയി. അതേ പ്രിയരെ, ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ സമാപ്തി കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരല്ല ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ കർമ്മത്തിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ വാതാവരണത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സാത്താന്റെ മക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു. നിങ്ങളൊരു പുതിയ വ്യക്തിക്ക്, അർത്ഥാത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മകനും മകളുമായി തീരുമ്പോൾ അവന്റെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ സമയത്ത് ആ കാലൊരു ക്രൂശിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ, ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഞാനൊരു പാപിയാണ് കർത്താവേ, എന്റെ പാപത്തിന് വേണ്ടി അവിടുത്തെ കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ മകളാക്കി തീർക്കണേ എന്നുള്ളതായിരിക്കും പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളെ അവിടുന്ന് ദൈവത്തിന്റെ മകളാക്കി തീർക്കുവാൻ ഗുണം ദൈവത്തിന് ഇന്നും സന്മനസ്സുള്ളവനാണ്. മാത്രമല്ല, ഒരു ജീവപുസ്തകം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് ഈ സമയത്ത് തന്നെ എഴുതി ചേർക്കും. ഈ ഡേറ്റിൽ നിങ്ങളൊരു പുതുജനനം പ്രാപിച്ചു, നിങ്ങളൊരു ദൈവത്തിന്റെ മകനായി തീർന്നു, ദൈവത്തിന്റെ മകളായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തു വേഗം വരുവാൻ പോവുകയാണ്. അവന്റെ വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിനോടുകൂടെ ഉള്ളവർ ഉയർത്തെഴുന്നേൽക്കും. പുനരുത്ഥാനത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ നശിച്ചു മൺമറിയുവാനല്ല, ഞങ്ങളോടൊപ്പം ആ കർത്താവിൻ പൊൻപുലരിയിൽ കർത്താവിനോടൊപ്പം കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ സമാപിക്കുന്നു. ദൈവം ഓരോരുത്തരെയും എന്റെ വാക്ക് കേട്ടിട്ടുള്ള സകല പ്രിയപ്പെട്ടവരെയും പ്രത്യേകം ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ